നമസ്കാരം. ദേശീയ സുരക്ഷയെയും ആഭ്യന്തര ഭദ്രതയെയും കളിപ്പാവയാക്കി മാറ്റുന്ന രാജ്യാന്തര നാർക്കോ തീവ്രവാദ ശൃംഖലകളുടെ വേരറുത്തുകൊണ്ട് ഭാരത ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ ഒരു ലഹരി വേട്ടയ്ക്കാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ജിഹാദി ഡ്രഗ് എന്നും മരണ ഗുളികയെന്നും കുപ്രസിദ്ധി ആർജിച്ച ISIS ഉൾപ്പെടെയുള്ള മൃഗീയ ഭീകര സംഘടനകൾ തങ്ങളുടെ ചാവേറുകൾക്കും രക്തദാഹികളായ ഭീകരവാദികൾക്കും മനുഷ്യത്വം മരവിപ്പിക്കാൻ നൽകുന്ന ക്യാപ്റ്റഗൺ എന്ന അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നിന്റെ വൻശേഖരമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദില്ലിയിൽ വെച്ച് പൊളിച്ചടക്കിയത്. അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ 182 കോടി രൂപയിലധികം വിലമതിക്കുന്ന 227.7 കിലോഗ്രാം തൂക്കം വരുന്ന ഈ വിനാശകരമായ രാസലഹരി പാക്കറ്റുകൾ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച സിറിയൻ സ്വദേശിയായ അലബ്രാസ് അഹമ്മദ് എന്ന അന്താരാഷ്ട്ര നാർക്കോ ഭീകരനെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വലയിലാക്കി. ഈ സമാനതകളില്ലാത്ത ലഹരിവേട്ട, ലഹരി പദാർത്ഥങ്ങളോടും ഭീകരവാദത്തോടും നരേന്ദ്രമോദി സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വെച്ചു പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് നയത്തിന്റെ വിളംബരമായി മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. ഭാരത മണ്ണിൽ വിനാശത്തിന്റെ വിത്തുപാകാൻ നോക്കുന്ന ഒരു ശക്തിയെയും വെറുതെ വിടില്ലെന്ന പ്രഖ്യാപനത്തോടെ കാശ്മീരിലെ ഭീകരതയെയും രാജ്യത്തിന്റെ നക്സലിസത്തെയും അടിച്ചമർത്തിയ കേന്ദ്ര സർക്കാർ ഇനി രാജ്യത്തെ ലഹരി മുക്തമാക്കാനുള്ള അന്തിമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നടപടിയിലൂടെ നൽകുന്നത്. ഇന്ത്യയെ ഒരു നാർക്കോ ഹബ്ബാക്കി മാറ്റാനും ആഗോളതലത്തിൽ നിരോധിക്കപ്പെട്ട ഇത്തരം ജിഹാദി ഗുളികകൾ കടത്താനുള്ള ഇടനില രാജ്യമായി ഭാരതത്തെ ദുരുപയോഗം ചെയ്യാനുമായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഭീകരവാദ അനുബന്ധ ലഹരി മാഫിയകൾ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച ഒരു വിദേശ നിയമപാലക ഏജൻസി, ഫോറിൻ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി നൽകിയ അതീവ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് NCB ഉദ്യോഗസ്ഥർ നടത്തിയ തന്ത്രപരവും അതിവേഗത്തിലുള്ളതുമായ നീക്കങ്ങൾക്കൊടുവിലാണ് സിറിയൻ സ്വദേശിയായ അലബ്രാസ് അഹമ്മദ് കുടുങ്ങുന്നത്. ഭാരതീയ യുവാക്കളുടെ നട്ടെല്ലൊടിക്കാനും അവരെ ആക്രമോത്സുകരായ വിനാശകാരികളാക്കി മാറ്റാനും ലക്ഷ്യമിട്ടെത്തിച്ച കോടികളുടെ ക്യാപ്റ്റഗൺ ഗുളികകളാണ് ഇയാളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. ഈ വേട്ടയിലൂടെ തകർക്കപ്പെട്ടിരിക്കുന്നത് ഭാരതത്തെ ലക്ഷ്യമിട്ട് പശ്ചിമേഷ്യയിൽ നിന്നും നിയന്ത്രിക്കുന്ന വലിയൊരു നാർക്കോ ഭീകരവാദ ശൃംഖലകളുടെ വേരുകളാണ്. ഈ വൻ വിജയത്തിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാരത വിരുദ്ധ ശക്തികൾക്ക് കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഇത്തരം മാരക മരുന്നുകൾ 1 ഗ്രാം പോലും ഇറക്കാൻ അനുവദിക്കില്ല. ഭാരതത്തെ ഇത്തരം കള്ളക്കടത്തുകാരുടെ ഇടനില രാജ്യമാക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര മാഫിയകളെയും അവരെ സഹായിക്കുന്ന ആഭ്യന്തര കൂട്ടാളികളെയും വെളിച്ചത്ത് കൊണ്ടുവരും. ലഹരിക്കെതിരെയുള്ള പോരാട്ടം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നാണ് അമിത്ഷാ അറിയിച്ചത്. എന്താണ് ക്യാപ്റ്റഗൺ? ഭീകരർ ഇതിനെ ജിഹാദി പിൽ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആഗോളതലത്തിൽ ജിഹാദി ഡ്രഗ് അല്ലെങ്കിൽ ഭീകരരുടെ ഗുളിക എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ക്യാപ്റ്റഗൺ കഞ്ചാവോ ഹെറോയിനോ പോലുള്ള സാധാരണ ഒരു ലഹരി വസ്തുവല്ല. മനുഷ്യന്റെ മസ്തിഷ്കത്തെയും നാഡീവ്യൂഹത്തെയും പൂർണ്ണമായി അടിമപ്പെടുത്തി അവരിലെ വിവേചന ബുദ്ധിയും മാനുഷിക മൂല്യങ്ങളും പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു സിന്തറ്റിക് രാസവസ്തുവാണിത്. ഇതിന്റെ പൈശാചികമായ പ്രവർത്തന രീതി കൊണ്ടാണ് അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ISIS ഇതിനെ തങ്ങളുടെ പ്രധാന ആയുധമാക്കി മാറ്റിയത്. ISIS പോലുള്ള ക്രൂര ഭീകര സംഘടനകൾ യുദ്ധക്കളത്തിൽ തങ്ങളുടെ പോരാളികൾക്ക് കടുത്ത ക്രൂരതകൾ ചെയ്യാനും മരണം മുന്നിൽ കാണുമ്പോൾ ഒരിഞ്ച് പോലും ഭയപ്പെടാതെ മുന്നേറാനും വേണ്ടിയാണ് ഈ ഗുളികകൾ വൻതോതിൽ നൽകുന്നത്. ദിവസങ്ങളോളം ഉറക്കമോ വിശപ്പോ ക്ഷീണമോ അനുഭവിക്കാതെ മൃഗങ്ങളെപ്പോലെ പോരാടാൻ ഈ മരുന്ന് ഇവരെ പ്രേരിപ്പിക്കുന്നു. സ്വന്തം ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ച് ആൾക്കൂട്ടത്തിലേക്ക് നടന്നു കയറാനും നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും പട്ടാപ്പകൽ ബോംബെറിഞ്ഞു കൊല്ലാനും അതിക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പാക്കാനും ഭീകരർക്ക് പൈശാചികമായ ധൈര്യം വന്യമായ ആക്രമണ സ്വഭാവവും നൽകുന്നത് ക്യാപ്റ്റഗൺ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന അമിതമായ ആത്മവിശ്വാസമാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്താണ് ഈ മയക്കുമരുന്നിന്റെ നിർമ്മാണം വർദ്ധിച്ചത്. ഭീകര പ്രവർത്തനങ്ങൾക്കും ആയുധങ്ങൾ വാങ്ങുന്നതിനുള്ള പണം കണ്ടെത്താൻ ഈ ഭീകര സംഘടനകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഗുളികയുടെ നിർമ്മാണത്തെയും വിതരണത്തെയുമാണ്. സിറിയയിലെയും ലെബനിലെയും രഹസ്യ ലബോറട്ടറികളാണ് ഇതിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. ചികിത്സാ രംഗത്ത് നിന്നും നിരോധിക്കപ്പെട്ട ഈ വിഷം യഥാർത്ഥത്തിൽ 1960കളിൽ ശ്രദ്ധക്കുറവ്, ADHD, അമിതമായ ഉറക്കം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് നാഡീ ഉത്തേജനത്തിനായി മെഡിക്കൽ രംഗത്ത് ഉപയോഗിച്ചിരുന്ന ഫെനഥൈൻ എന്ന മരുന്നാണ്. ഈ മരുന്നാണ് പിന്നീട് ക്യാപ്റ്റഗൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിന്റെ കടുത്ത ലഹരി സ്വഭാവവും ഉപയോഗിക്കുന്നവർക്കുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങളും തലച്ചോറിന്റെ കോശങ്ങളെ നശിപ്പിക്കുന്ന പാർശ്വഫലങ്ങളും തിരിച്ചറിഞ്ഞതോടെ ലോകാരോഗ്യ സംഘടനകളും അന്താരാഷ്ട്ര മെഡിക്കൽ കൗൺസിലുകളും ഇതിന്റെ ഉൽപാദനവും വിതരണവും പൂർണ്ണമായും നിരോധിച്ചു. എന്നാൽ ഇന്ന് ഭീകരർ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന വ്യാജ ക്യാപ്റ്റഗൺ ഗുളികകൾ അതിലും ഭീകരമാണ്. നിയമവിരുദ്ധ ലബോറട്ടറികളിൽ കടുത്ത രാസവസ്തുക്കളായ ആംഫെറ്റമൈൻ, മെത്താംഫെറ്റമിൻ തുടങ്ങിയ ഉയർന്ന അളവിലുള്ള കഫീൻ എന്നിവയുടെ മാരകമായ മിശ്രിതമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്.
ഇത് ഒരേ സമയം മനുഷ്യനെ അതിശക്തമായി ഉത്തേജിപ്പിക്കുകയും അതേസമയം അവന്റെ നാഡീവ്യൂഹത്തെ സാവധാനം കൊന്നെടുക്കുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയെ തകർത്ത സിന്തറ്റിക് ദുരന്തം ഭാരതത്തിലേക്ക് എത്തുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ രാസവസ്തുക്കൾ സംഘടിപ്പിച്ച് നിർമ്മിക്കാൻ സാധിക്കുമെന്നതും എന്നാൽ അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ എത്തിച്ചാൽ വിൽക്കുന്നതിലൂടെ കോടികളുടെ ലാഭം കൊയ്യാം എന്നതുമാണ് ലഹരി മാഫിയകളെ ക്യാപ്റ്റനുകളിലേക്ക് ആകർഷിക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലെ യുവതലമുറയെ ഒന്നടങ്കം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സിന്തറ്റിക് മയക്കുമരുന്ന് ഭീഷണിയാണിത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ജിഹാദി ഗുളികകളുടെ കള്ളക്കടത്ത് തടയാൻ പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. ഈ മാരക ലഹരിയുടെ കറുത്ത കരങ്ങൾ ഇപ്പോൾ ഭാരതത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ഡൽഹിയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ നശിപ്പിക്കാൻ പണം മുടക്കുന്ന വിദേശ ശക്തികളും അന്താരാഷ്ട്ര ഭീകര ശൃംഖലകളും ഭാരതീയ യുവത്വത്തെ ലക്ഷ്യമിടുന്നു എന്ന വലിയ യാഥാർത്ഥ്യമാണ് ഈ സുരക്ഷാ ഓപ്പറേഷനിലൂടെ പുറത്തുവരുന്നത്. ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിലുള്ള നിർണായകമായ ചോദ്യങ്ങൾ ഇത്രയും വലിയ അളവിൽ, അതായത് 182 കോടിയോളം രൂപ വിപണി വില വരുന്ന ജിഹാദി മയക്കുമരുന്ന് ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ കേവലം ഒരു സാമ്പത്തിക ലാഭം മാത്രമല്ല ഉള്ളതെന്ന് സുരക്ഷാ വിദഗ്ധർ പറയുന്നു. പശ്ചിമേഷ്യയിലെയും സിറിയയിലെയും ഏത് ഭീകര സംഘടനകളുടെ തലവന്മാരാണ് ഈ വൻ മയക്കുമരുന്ന് ശേഖരം ഇന്ത്യയിലേക്ക് അയച്ചത്? ഭാരതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഏത് ജിഹാദി സ്ലീപ്പർ സെല്ലുകളെയും തീവ്രവാദ ശൃംഖലയെയും തട്ടി ഉണർത്താനും അവരെ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കാനുമാണ് ഈ മരുന്ന് കൊണ്ടുവരുന്നത്. ഇന്ത്യൻ യുവത്വത്തെ മയക്കുമരുന്നിന് അടിമകളാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഭദ്രത തകർക്കാൻ ഏതെങ്കിലും വിദേശ ഗൂഢാലോചന ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കണ്ടെത്താനും ഇതിന്റെ ആഭ്യന്തര കണ്ണികളെ പൂർണ്ണമായും വേരറുക്കാനുമായി ദേശീയ അന്വേഷണ ഏജൻസികൾ സിറിയൻ സ്വദേശിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കസ്റ്റഡിയിലുള്ള പ്രതിയിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ഇതിനകം തന്നെ ലഭിച്ചതായാണ് സൂചനകൾ. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിനാശകരമായ ശക്തികളെ ഒന്നിനു പുറകെ ഒന്നായി ഇല്ലാതാക്കുന്നതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന നീക്കങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. വർഷങ്ങളായി രാജ്യത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ ചോരപ്പുഴ ഒഴുക്കുന്ന നക്സലൈറ്റുകളും അവരുടെ സ്വാധീന മേഖലകളെ പൂർണ്ണമായും അടിച്ചമർത്തി മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിച്ചതിനു ശേഷം അടുത്ത വലിയ ദൗത്യമായി ഡ്രഗ് മുക്ത ഭാരതത്തിനായി കച്ചമുറുക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്ന് കടത്തിലൂടെ ലഭിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദത്തിനും ഉപയോഗിക്കുന്ന നാർക്കോ ടെററിസം എന്ന മഹാവിപത്തിനെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക എന്നത് മോദി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിർത്തി കടന്നുള്ള ലഹരിക്കടത്തായാലും രാജ്യത്തിനകത്തെ ലഹരി വിതരണമായാലും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വിദേശ സ്വദേശി ശത്രുക്കൾക്ക് ഭാരത മണ്ണിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ഈ ചരിത്രപരമായ ലഹരിവേട്ട തെളിയിക്കുന്നു. രാജ്യത്തിന്റെ യുവത്വത്തെയും സുരക്ഷയെയും കാത്തുസൂക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന സുരക്ഷാ ഏജൻസികൾക്ക് രാജ്യവ്യാപകമായി വലിയ ജനപിന്തുണയും അഭിനന്ദനങ്ങളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെയും ജിഹാദി ആക്രമണങ്ങളുടെയും കറുത്ത ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാകും. കാശ്മീരിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒരു കാലത്ത് ബോംബ് സ്ഫോടനത്തിലൂടെയും വെടിയുണ്ടകളിലൂടെയും ചോരപ്പുഴ ഒഴുക്കിയ ജിഹാദി ശക്തികൾ ഇന്ന് മോദി സർക്കാരിന്റെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നപ്പോഴാണ് കള്ളക്കടത്തും സിന്തറ്റിക് ലഹരി മരുന്നുകളും ഉപയോഗിച്ചിട്ടുള്ള നാർക്കോ ജിഹാദ് എന്ന പുതിയ തന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഭാരതത്തിൽ നടന്ന കോയമ്പത്തൂർ സ്ഫോടനം, മുംബൈ ആക്രമണം, കാശ്മീരിലെ തീവ്രവാദ അട്ടിമറികൾ എന്നിവയ്ക്ക് പിന്നിലെല്ലാം വിദേശ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ജിഹാദി ശൃംഖലയുടെ കറുത്ത കരങ്ങളാണ് ഉണ്ടായിരുന്നത്. അന്ന് തോക്കുകളും വെടിമരുന്നുകളുമായിരുന്നു അവരുടെ ആയുധമെങ്കിൽ ഇന്ന് നമ്മുടെ യുവതലമുറയുടെ മസ്തിഷ്കത്തെയും ചിന്താശേഷിയും പൂർണ്ണമായും തകർത്ത് കളയുന്ന, അവരെ ജീവിക്കുന്ന ശവങ്ങളാക്കി മാറ്റുന്ന ആ മയക്കുമരുന്ന് പണം ഉപയോഗിച്ച് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യാനുമാണ് ഈ രാജ്യദ്രോഹികൾ ശ്രമിക്കുന്നത്. ഭാരതീയ സമൂഹത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ അടിത്തറയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ജിഹാദികളുടെ ഈ ആസൂത്രണം. സിറിയയിലും ലെബനനിലും രൂപം കൊള്ളുന്ന ഈ വിനാശകരമായ ലഹരി ശൃംഖലകൾ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില തീവ്ര ചിന്താഗതിയുള്ള പ്രാദേശിക സ്ലീപ്പർ സെല്ലുകളിലേക്ക് പടരുന്നുണ്ടോ എന്ന് അതീവ ജാഗ്രതയോടെ അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യം പൂർത്തിയാക്കിയ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ കാർന്നു തിന്നുന്ന ഈ ജിഹാദി മയക്കുമരുന്ന് മാഫിയകളുടെയും അവരുടെ ആഭ്യന്തര കൂട്ടാളികളുടെയും അവസാനിപ്പിക്കാൻ കാണിക്കുന്ന ദൃഢനിശ്ചയം ഓരോ ദേശസ്നേഹിക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ ഭാരതത്തിന്റെ വളർച്ചയെ ഭയപ്പെടുന്ന വിദേശ ശക്തികളും അവർക്ക് കുടപിടിക്കുന്നവരും എത്രയൊക്കെ ശ്രമിച്ചാലും രാജ്യത്തെ യുവത്വത്തെ സംരക്ഷിക്കാനും ഡ്രഗ് മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കാനുമുള്ള ഈ ദേശീയ പോരാട്ടത്തിൽ ഭാരത സർക്കാർ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല.
വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ജിഹാദി പ്രീണനം നടത്തുന്ന ആളുകൾ രാജ്യസുരക്ഷയോർത്ത് ഇനിയെങ്കിലും കണ്ണു തുറക്കണം. ലഹരി മാഫിയകളുടെയും അന്താരാഷ്ട്ര നാർക്കോ ഭീകരതയുടെയും വേരറുത്തുകൊണ്ട് ദില്ലിയിൽ നടന്ന ഈ ചരിത്രപരമായ ക്യാപ്റ്റൻ ഗൺ വേട്ട ഭാരതത്തിലെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ലാണ്. തോക്കുകളും ബോംബുകളുമായി വന്ന് അതിർത്തിയിൽ ചോരപ്പുഴ ഒഴുക്കിയ പഴയ ഭീകരവാദ തന്ത്രങ്ങൾ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അമ്പെ പരാജയപ്പെട്ടപ്പോഴാണ് നമ്മുടെ യുവതലമുറയുടെ ചിന്താശേഷിയും മസ്തിഷ്കത്തെയും തകർക്കാൻ ജിഹാദി ഡ്രഗുകളുമായി ശത്രുക്കൾ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോരാട്ടം ഭാരത മണ്ണിൽ വിനാശത്തിന്റെ വിത്തുപാകാൻ നോക്കുന്ന ആഗോള ജിഹാദി ശൃംഖലകൾക്കെതിരെയുള്ള ശക്തമായ പരമാധികാര പ്രഖ്യാപനം കൂടിയാണ്. വിദേശ ഏജൻസികളുടെ കൃത്യമായ സഹകരണത്തോടെ NCB നടത്തിയ ഈ മിന്നൽ ഓപ്പറേഷൻ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്നും ജാഗരൂകമാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയും താൽക്കാലിക ലാഭത്തിന് വേണ്ടിയും ഇത്തരം ഭീകരശക്തികൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ജിഹാദി പ്രീണനം നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഇനിയെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയോർത്ത് കണ്ണു തുറക്കേണ്ടതുണ്ട്. നമ്മുടെ അതിരുകളും നമ്മുടെ യുവത്വവും സുരക്ഷിതമായിരുന്നാൽ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് കുതിക്കാനാവൂ എന്ന യാഥാർത്ഥ്യം ഓരോ പൗരനും തിരിച്ചറിയണം. മുൻകാലങ്ങളിൽ നക്സലിസത്തെയും മാവോയിസത്തെയും രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കി മാവോയിസ്റ്റ് മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കിയതുപോലെ വരുന്നാളുകളിൽ ഈ നാർക്കോ ജിഹാദി മാഫിയകളെയും അതിന്റെ ആഭ്യന്തര കൂട്ടാളികളെയും പൂർണ്ണമായും ഇല്ലാതാക്കി ഡ്രഗ് മുക്ത ഭാരതം എന്ന സ്വപ്നം നരേന്ദ്രമോദി സർക്കാർ കൈവരിക്കുക തന്നെ ചെയ്യും. ഭാരതത്തെ തകർക്കാൻ നോക്കുന്ന വിദേശ ശക്തികളുടെയും അവരുടെ പ്രാദേശിക സ്ലീപ്പർ സെല്ലുകളുടെയും അന്ത്യം കുറിക്കുന്ന നാളുകളാണ് വരാനിരിക്കുന്നതെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ 182 കോടിയുടെ ലഹരിവേട്ട നൽകുന്നത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും വരും തലമുറയെ ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ദേശസ്നേഹികളും ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭാരതത്തിന്റെ മണ്ണിൽ ഇനി 1 ഗ്രാം ജിഹാദി ലഹരി പോലും വിൽക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ രാജ്യം സുരക്ഷിതമായ കൈകളിൽ മുന്നോട്ട് കുതിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.